അതാണ് ക്രമീകരണങ്ങൾ അങ്ങനെയാണ്. ഇന്നലെ നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം നമുക്കറിയാം. വയനാട് MP ആയിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം അമേഠിയുടെ MP ആയി മാറുന്ന രാഹുൽ ഗാന്ധി, അതിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ നന്ദി മോദിജിക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു, നാശത്തിന്റെ വ്യാപ്തി നേരിട്ട് കാണുമ്പോൾ പ്രധാനമന്ത്രി അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നുള്ള ഉറപ്പ് തനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ മുഖ്യമന്ത്രി അടക്കം വയനാടിന്റെ മുൻ MP അടക്കം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിനുള്ള നിയമപരമായ ഒരുപാട് കടമ്പകളുണ്ട് എങ്കിൽ പോലും നേരത്തെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞത് അതിന്റെ നിയമവശങ്ങൾ കേന്ദ്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കടമ്പകളുണ്ട് എങ്കിൽ പോലും അത്തരമൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ വയനാടിന് കൂടുതൽ ആശ്വാസമാകും, വയനാടിന് കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ടാകും, കൂടുതൽ പാക്കേജിലേക്ക് കാര്യങ്ങളെത്തും, വയനാടിന്റെ ദുരന്ത ബാധിതർക്ക് അതിൽ ആശ്വാസമാവുകയും ചെയ്യും. സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുമ്പോൾ വയനാട്ടിലെ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്താണ് അദ്ദേഹം പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ, ഏത് തരത്തിൽ വയനാടിനെ അദ്ദേഹം കൺസിഡർ ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് അവരുടെ ആ ഒരു വൈകാരിക തലത്തിലേക്ക് കൂടി ഒന്ന് പോകണം. എസ് വിനേഷ് കുമാർ അവിടെയുണ്ട്. അദ്ദേഹം എനിക്ക് മനസ്സിലാകുന്ന ചിലപ്പോൾ നാട്ടുകാരുടെ സാന്നിധ്യവും വിനേഷിനൊപ്പം ഉണ്ടാകാം, ആളുകളുടെ പ്രതികരണം ഉണ്ടാകാം. വിനേഷ്, എന്താണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പ്രധാനമന്ത്രി വരുമ്പോൾ. കാരണം അത്രത്തോളം പ്രതീക്ഷയുണ്ട്. അദ്ദേഹം നേരിട്ട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തുകയാണ്. വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയിൽ നിന്ന് കൂടുതൽ കരുതൽ വയനാട് പ്രതീക്ഷിക്കുന്നു. രഞ്ജിത്ത്, തീർച്ചയായും വയനാട് കേരളവും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി എന്തായാലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം പരിഗണിക്കപ്പെടണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം, അതായത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും ആ ഒരു നിലപാടിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കാൻ തയ്യാറായതിന് തന്നെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഗതം ചെയ്തതും നന്ദി രേഖപ്പെടുത്തിയതും. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വന്നിരുന്നു. സുരേഷ് ഗോപി വന്നപ്പോഴും പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിയാണെങ്കിൽ പോലും സുരേഷ് ഗോപി ആ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച് മടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ ഒരുപക്ഷേ, കാരണം നമുക്കറിയാം ഒരു സമാനതകളില്ലാത്ത ദുരന്തത്തെയാണ് വയനാട് അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പുത്തുമലയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കവളപ്പാറയും പെട്ടിമുടിയും എല്ലാം തന്നെ വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോഴും ആളുകളെ കണ്ടെത്താനുണ്ട്, ഇപ്പോഴും മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു, ജനകീയ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. കാരണം വീടും സർവ്വതും ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുറെ മനുഷ്യർ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അവരിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നുണ്ട്. സ്വാഭാവികമായും അവർക്ക് കൃത്യമായി തന്നെ ഇവിടെ ടൗൺഷിപ്പ് വേണം എന്നുള്ളൊരു ആവശ്യം, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉണ്ട്. കാരണം ആ പ്രദേശത്ത് അവരെ അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം, അവിടെ ജനവാസയോഗ്യമല്ല എന്നതുൾപ്പെടെയുള്ള പഠനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭൗമശാസ്ത്ര വിദഗ്ധരുടെ ഭാഗത്തുനിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്തായിരിക്കും പ്രധാനമന്ത്രി പറയുക എന്നുള്ളതിനെ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കാതോർക്കുകയാണ് വയനാടൻ ജനത. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സാലി റാട്ടക്കൊല്ലി ചേരുന്നുണ്ട്. പ്രധാനമായും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയല്ലേ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും ഇത്ര വലിയൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പാക്കേജ് പ്രഖ്യാപിക്കുന്നതാണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുകയാണ് വയനാട്ടുകാർ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്യമൃഗശല്യമായിരുന്നു. നിരവധി ആളുകളാണ് വയനാട്ടിൽ മരണപ്പെട്ടത്. അതിനുശേഷം 2019 പുത്തുമല ദുരന്തം ഉണ്ടായി. അതിൽ നിരവധി ആളുകൾ കാണാനുണ്ട്. ഇനി അവർക്ക് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ വലിയ അപകടമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയും ഉണ്ടായിട്ടുള്ളത്. 400-ലധികം ബോഡികൾ ഇപ്പോൾ കിട്ടി. ഇനി 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന വീട്, അവർ കൃഷി ചെയ്യുന്ന സ്ഥലം പൂർണ്ണമായിട്ടും അവരെ ആ രക്ഷാപ്രവർത്തനത്തിന് നിങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തതാണല്ലോ, അതിന്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയും. അതുകൊണ്ട് തന്നെ പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഇതിന് കൃത്യമായൊരു പാക്കേജിന്റെ അപ്പുറത്തേക്ക് ഇതൊരു ദേശീയ ദുരന്തമായി കഴിഞ്ഞാൽ, പക്ഷെ അതിന് പരിമിതികളേറെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും ഒരു പാക്കേജ് ആണെങ്കിൽ പോലും അതിൽ പ്രധാനമായും പുനരധിവാസവും ഒപ്പം തന്നെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും തന്നെയല്ലേ? തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പാക്കേജ് ആയിരിക്കണം പ്രധാനമന്ത്രി ഇന്ന് വന്ന് പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ടാണ് വയനാട്ടുകാർക്ക് അതിലൊരു ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ളൊരു ഗുണം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ഈ ദുരന്തം സംഭവിച്ച അന്ന് രാത്രി അർദ്ധരാത്രിയാണ് എന്നെ അവിടുന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത്.
ഉടനെ തന്നെ കൽപ്പറ്റ MLAയും കൂട്ടി MLAയും ഞാനും അവിടെ പോയി ഇതിന്റെ രക്ഷാപ്രവർത്തനം പങ്കെടുത്താണ്. അത് പോകുന്ന സമയത്ത് തന്നെ MLA കൃത്യമായിട്ട് DGP, മുഖ്യമന്ത്രി, ഈ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, വയനാട് ജില്ലാ കലക്ടർ, DMO ഉൾപ്പെടെ ഉള്ള ആളുകളെ കൃത്യമായി കോടീകരിച്ചുകൊണ്ടാണ് അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിലുള്ള നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ കൃത്യമായി നടന്നു. നിരവധി ആളുകൾ എന്നാലും ലഭ്യമാക്കേണ്ടത്, അത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും തെരച്ചിൽ നിർത്തിയിട്ടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുത്തുമലയും അതുപോലെ തന്നെ ഈ ചൂരൽമല, മുണ്ടക്കൈയൊക്കെ തോട്ടം തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണ്. കാരണം ഒരുപാട് ലയങ്ങളുള്ളതാണ്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവരിങ്ങനെ ഒരു എല്ലാ കാലങ്ങളിലും ഉരുൾപൊട്ടും. 1924 ശേഷമുള്ള ഒരു ചരിത്രം നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രകൃതിക്ഷോഭത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം ഇങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഭൂമി വയനാട്ടിലുണ്ട്. ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് അറിയാമല്ലോ. നിരവധിയായ ഭൂമി വയനാട്ടിലുണ്ട്. പിന്നെ അതിന്റെ പരിസര പ്രദേശം കുറച്ച് ഇങ്ങോട്ട് വന്ന് മേപ്പാടി ഭാഗങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നിരവധി ഭൂമികളുണ്ട്. തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനുള്ള ഒരു പാക്കേജ് പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് പ്രഖ്യാപിക്കണം. അവർക്ക് അതിനുള്ള പിന്നെ എത്രയും വേഗത്തിലുള്ള പുനരധിവാസം വേണ്ടത്. നിങ്ങൾക്കറിയാം, ചൂരൽമല, വെള്ളർമല സ്കൂൾ ഉൾപ്പെടെ ഈ ഇതിൽ തകർന്ന നിരവധി കുട്ടികൾ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം, നിലവിൽ അവിടെ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ്. ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ സർക്കാർ പ്രഖ്യാപിക്കണം. അത് പ്രധാനമന്ത്രിയിലാണ് ഇവിടുത്തെ ജനം പൂർണ്ണമായിട്ടും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഈ ലയങ്ങൾ ഇത് ജനവാസ കേന്ദ്രങ്ങളിലല്ല എന്നൊക്കെയുള്ള ഇതിന്റെ ഇപ്പൊ നമുക്കറിയാം, സെന്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടൊക്കെ 10 വർഷം മുമ്പ് വന്നിരുന്നു. അതിലൊക്കെ തന്നെ ഈ ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ലയങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഹാരിസൺ മലയാളമുണ്ട്, AVT, ആയിഷ പ്ലാന്റേഷൻ, ഇങ്ങനെ ഈ പ്ലാന്റേഷന്റെ ഒക്കെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇപ്പൊ ചെമ്പ്രമലയാണെങ്കിൽ ആയിഷ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, AVT ഉണ്ട്, ഹാരിസൺ മലയാളമുണ്ട്, ഈ ചൂരൽമലയിലൊക്കെ ഇത്തരത്തിൽ ആളുകളെ, ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കൂടി അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി വരുന്നുണ്ട്. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എങ്ങനെ ആയിരിക്കും പ്രധാനമായും ഈ അവലോകന യോഗത്തിൽ ചർച്ചയാവുമോ? സാധ്യത എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ വയനാട്ടിൽ ഒരുങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ അപകട സാധ്യതയുള്ള മേഖലയിലുള്ള ലയങ്ങളിൽ നിന്ന് ആളുകളെ പുനരധിവസിക്കേണ്ട ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാണ്. പ്രത്യേകിച്ച് പിന്നെ ഈ ഉരുൾപൊട്ടിയ അട്ടമല ഭാഗങ്ങളിൽ ഇനിയും ആളുകൾ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും അവിടെ താമസിക്കുന്നുണ്ട്. അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവരെ കൃത്യമായ അവബോധം നടത്തണം. അവർക്ക് ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ച് അവർ എന്താണ് അവർ കരുതുന്നത്. എനിക്ക് തോന്നുന്നു അവര് അവിടെ കൃഷി ഉൾപ്പെടെ അവരുടെ ജീവിതമാർഗം അവിടെ തോന്നുന്നു, അതിന്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതിനുള്ള ഉതകുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് അവരെയും കൂടി മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനമാണ്, ഒരു പാക്കേജാണ് പ്രഖ്യാപിക്കേണ്ടത്. എന്തായാലും നമുക്കറിയാം, ഈ ഭൂപ്രദേശത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ട്. കാരണം ഈ മലകളുടെ മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആളുകളാണ്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ ആളുകളാണ്. ഒപ്പം തന്നെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചതിന് പിന്നാലെ ഇവിടെ ലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവരെ റീലൊക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പുനരധിവാസം, അവർ ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ആ സ്ഥലത്ത് തന്നെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്, കാരണം സെന്റർ ഫോർ സയൻസ് ആൻഡ് എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ മലയടിവാരങ്ങളിൽ ആളുകളെ ഇങ്ങനെ തുടരാൻ അനുവദിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെ, കാരണം അവരുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്, അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് പോവും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും വയനാട്ടിലുണ്ട്. നമുക്കറിയാം, പെട്ടിമുടിയിലും അതുപോലെ തന്നെ കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ നടന്നതിനെ എത്രയോ വലിയ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ വയനാട് അഭിമുഖീകരിച്ച്, ചൂരൽമല അഭിമുഖീകരിച്ച്, മുണ്ടക്കൈ അഭിമുഖീകരിച്ച്. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കൃത്യമായി തന്നെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനം, ഒരുപക്ഷെ ഇന്ന് അത്തരത്തിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാവില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ വയനാട്ടുകാർ. രഞ്ജിത്ത്.